ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായി നടത്തുന്ന ഇന്ത്യ ഫോർ ടൈഗേഴ്സ് റാലി ഓൺ വീൽസിന് പെരിയാർ കടുവാ സങ്കേതത്തിൽ നൽകിയ വരവേൽപ്പിന്റെ റിപ്പോർട്ട്. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ആസാദി കാ അമൃത് മഹോത്സവ് പരിപാടിയുടെ ഭാഗമായി ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പരിപാടി ഇന്ത്യ ഫോർ ടൈഗേഴ്സ് റാലി ഓൺ വീൽസിന് ഇന്നലെ പെരിയാർ കടുവാ സങ്കേതത്തിൽ ആവേശോജ്വലമായ വരവേൽപ്പ് നൽകി. കടുവാ സംരക്ഷണത്തിന്റെ പ്രാധാന്യവും ആവശ്യകതയും ജനങ്ങളിലെത്തിക്കുന്നതിനായി രാജ്യത്തെ വിവിധ കടുവാ സങ്കേതങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് നടത്തുന്ന റാലിയാണിത്. ഇതിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ 13 കടുവാ സങ്കേതങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റാലിയിൽ ഒന്ന് കലക്കോട് മുണ്ടൻതുറയിൽ നിന്ന് തുടങ്ങി ശ്രീവല്ലിപുത്തൂർ വഴി ഇന്നലെ പെരിയാർ ടൈഗർ റിസർവിൽ എത്തി. ശ്രീവല്ലിപുത്തൂർ വന്യജീവി സങ്കേതത്തിലെ ഫീൽഡ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള റാലിയെ പെരിയാർ കടുവാ സങ്കേതം ചീഫ് കൺസർവേറ്ററും ഫീൽഡ് ഡയറക്ടറുമായ ശ്രീ പി പ്രമോദിന്റെ നേതൃത്വത്തിൽ ഗോത്രവിഭാഗത്തിന്റെ അനുഷ്ഠാന നൃത്തവാദ്യങ്ങളോടെ സ്വീകരിച്ചു. ആസാദി കാ അമൃത് മഹോത്സവ് ഉൾപ്പെടെ റാലി ഓഫ് വീൽസിൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിയാർ ടൈഗർ റിസർവ് ചീഫ് കൺസർവേറ്ററും ഫീൽഡ് ഡയറക്ടറുമായ ശ്രീ പി പ്രമോദ്. ഇപ്പോൾ നമ്മൾ ഈ ആഗോളവൽക്കരണ കാലത്തൊക്കെ ചിന്തിക്കേണ്ടത് ആഗോളതലത്തിലാണ്, പക്ഷേ ആക്ട് ചെയ്യേണ്ടത് തദ്ദേശീയ തലത്തിലാണ്, ലോക്കലിയാണ്, പ്രാദേശിക തലത്തിലാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ജനങ്ങളുടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ട് ഗുണപ്രദമായിട്ടുള്ള ദേശത്തിന് ഗുണകരമായിട്ടുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങൾ ലോക്കലി ചെയ്യണം എന്നുള്ളതാണ്. ഇതിൽ ഈ അവബോധം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഈ PTRലുള്ള ആളുകൾക്ക് കടുവയുടെ സംരക്ഷണത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതില്ല. കാരണം എല്ലാവർക്കും അറിയാം ഒരു കീസ്റ്റോൺ സ്പീഷീസാണ്, അതിൻ്റെ നിലനിൽപ്പ് നമ്മുടെ ലാൻഡ്സ്കേപ്പിൻ്റെ ഇൻറ്റഗ്രിറ്റിക്ക് ആവശ്യമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അത്തരം ഒരു അവബോധവും അതിനുള്ള ആക്ഷനുമാണ് ലോക്കലി നമ്മൾ ഉണ്ടാകേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഈ റാലി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ റാലി സൗത്ത് ഇന്ത്യയിൽ അവസാനിക്കുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലാണ് 5-ാം തീയതി. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പറമ്പിക്കുളം ടൈഗർ റിസർവിൽ 291 കിലോമീറ്റർ താണ്ടി അവിടെ എത്തിച്ചേരും. അത് കഴിഞ്ഞിട്ട് ആനമലൈ ടൈഗർ റിസർവ് വഴി 5-ാം തീയതി ബന്ദിപ്പൂരിൽ തമിഴ്നാട്ടിലെ മറ്റ് ടൈഗർ റിസർവറും കവർ ചെയ്തിട്ട് ബന്ദിപ്പൂരിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് നടന്നു കഴിയുമ്പോൾ ഇന്ത്യയിൽ ഒട്ടുക്ക് 7500ഓളം കിലോമീറ്റർ ഈ റാലികൾ വഴി ആൾക്കാർ, നമ്മളെ ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നവരൊക്കെ സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കും. അപ്പോൾ അത്ര ബൃഹത്തായ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. സ്വീകരണത്തെ തുടർന്ന് നടന്ന ചടങ്ങിൽ കടുവാ സംരക്ഷണ പ്രതിജ്ഞ എടുത്തു. Pledge for tiger conservation. I recognize and value that tiger is an umbrella species with charisma and is the flagship indicator of a balanced ecosystem. That a balanced ecosystem is crucial for life support while providing numerous ecological services to the society. Being aware that the status of wild tiger is highly endangered in its natural habitat across tiger range counties with a declining global population. I hereby solemnly pledge to protect the tiger and its wild habitat, to ensure crucial ecological services for posterity, to contribute for fostering awareness for tiger conservation by factoring in its concern in areas where tiger is not the goal, to work for a balance between tiger conservation and ecologically sustainable development towards harmonious co-occurrence of human beings and the tiger. Commit to conserve our natural heritage
while making all efforts for the future sustenance of wild tiger. ശ്രീവല്ലിപത്തൂർ മേഘമലൈ ടൈഗർ റിസർവ് ഫീൽഡ് ഡയറക്ടർ ശ്രീ ദീപക് ബെൽജി ചടങ്ങിൽ സംസാരിച്ചു. ஒரு சிறப்பான செய்தி, சிறப்பான நிகழ்ச்சி. The forests which are expanding in Srivilliputtooru Meghamalai Tiger Reserve would act as a, though it's a tiger reserve, but I would say it will definitely act as a buffer to the Periyar Tiger Reserve and would act as a cushion for housing all the spillover populations of Periyar Tiger Reserve. And I would promise that all the support would be extended from the Srivilliputtooru Meghamalai Tiger Reserve side in extending all our help in protecting and conserving this forest and wildlife, which is in high density along our Tamil Nadu and Kerala borders. A proud moment for being a neighbor to Periyar Tiger Reserve, which is abode of heaven for animals, wild animals especially. So we also take pride to be neighbors for Periyar Tiger Reserve, and we would also extend our utmost share in contributing towards wildlife conservation. We are very much pleased with the reception we have got, and we are thankful to Field Director for having organized a program. പെരിയാർ കടുവാ സങ്കേതം ഡെപ്യൂട്ടി ഡയറക്ടർ AP സുനിൽ ബാബു സ്വാഗതവും അസിസ്റ്റന്റ് ഫീൽഡ് ഡയറക്ടർ മനു സത്യൻ നന്ദിയും രേഖപ്പെടുത്തി. പെരിയാർ കടുവാ സങ്കേതത്തിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരെ ചടങ്ങിൽ ആദരിച്ചു. പെരിയാർ മേഘമല കടുവാ സങ്കേതങ്ങളിലെ ഡെപ്യൂട്ടി ഡയറക്ടർമാർ, മറ്റുദ്യോഗസ്ഥർ, EDCമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ഗോത്രവിഭാഗങ്ങളുടെ അനുഷ്ഠാന കലകളുടെ പ്രകടനം നടന്നു. റാലി ഇന്ന് രാവിലെ പെരിയാർ കടുവാ സങ്കേതത്തിന്റെ ഈസ്റ്റ് ഡിവിഷൻ വഴി പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലേക്ക് പുറപ്പെട്ടു. ആസാദിക അമൃത മഹോത്സവിന്റെ ഭാഗമായി ഇന്ത്യ ഫോർ ടൈഗേഴ്സ് റാലി ഓൺ വീൽസിന് പെരിയാർ കടുവാ സങ്കേതത്തിൽ നൽകിയ വരവേൽപ്പിന്റെ റിപ്പോർട്ടാണ് നിങ്ങൾ കേട്ടത്. തയ്യാറാക്കിയത് മനീഷ് MP.